നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന വിഷയം തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനകത്ത് ഇത് ചില്ലറ പടലപ്പിണക്കങ്ങളൊന്നുമല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് കലാപത്തിലേക്ക് നീങ്ങുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലും പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്ന് പോലും സംശയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യുവ നേതാവിനെക്കുറിച്ച് നേരത്തെയും ഇതുപോലുള്ള പല പരാതികളും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പല ആളുകൾക്ക്, അതായത് പല മുതിർന്ന നേതാക്കളിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറയാതെ നടി റീന ഉയർത്തിയ പരാതികൾക്ക് കഴമ്പുണ്ട് എന്ന് തന്നെയാണ് പല നേതാക്കളും അടക്കം പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടി റിനയോട് ഇപ്പോൾ ഈ കേസിനാസ്പദമായ രീതിയിൽ പറയുന്ന തരത്തിൽ, അതായത് പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വി ഡി സതീശനുമായി വളരെ നല്ല അടുപ്പമുള്ള റിനയുടെ കുടുംബക്കാർ തന്നെ വി ഡി സതീശനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. റിനയുടെ ഒരു ബർത്ത്ഡേ പരിപാടിയിൽ വി ഡി സതീശൻ അവരുടെ വീട്ടിലെത്തി കേക്ക് മുറിക്കുന്ന ചില ചിത്രങ്ങളെല്ലാം പിന്നീട് നമ്മൾ കാണുകയുണ്ടായിരുന്നു. ആ കുടുംബവുമായി വി ഡി സതീശന് അത്രത്തോളം ആത്മബന്ധമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലൊരു പരാതി വരുന്നതും വി ഡി സതീശൻ അത് കൃത്യമായി തന്നെ വിളിച്ചു പറയുന്നതും. പിന്നീട് അത്തരത്തിൽ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതിന് സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൗഹൃദങ്ങളിൽ പല രീതിയിലുള്ള വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ടായി എന്നാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം കോൺഗ്രസിൽ അറിയപ്പെട്ടിരുന്ന പല നേതാക്കളും ഇത്തരം ദുഷ്പ്രവണതകൾ വി ഡി സതീശനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും തന്നെ വി ഡി സതീശൻ ഇതിനോട് കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന് അകത്ത് നടക്കുന്ന കലാപങ്ങളുടെയും പൊട്ടിത്തെറികളുടെയും അടിസ്ഥാനം എന്നറിയപ്പെടുന്നു. എന്തായാലും അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് മിക്കവാറും നേരിട്ട ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച് കയറുവാൻ വി ഡി സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി ജയിച്ചു കയറി വന്നതോടുകൂടി UDF-നകത്ത് തന്നെ പല രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിനകത്തു തന്നെയുള്ള ചില നേതാക്കൾ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും പോലുള്ള തലമുതിർന്ന നേതാക്കളെ കണ്ട് പല പ്രശ്നങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ്റെ ചില നിർണായകമായ നിലപാടുകൾ കേരളം അങ്ങോളം ഇങ്ങോളം കണ്ടതാണ്, ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് UDF-ലേക്ക് ഏത് വിധേനയും വരാൻ വേണ്ടി കാത്തുനിന്നിരുന്ന, UDF-ൻ്റെ വാതിൽ തുറക്കുന്നതും കാത്തുനിന്നിരുന്ന PV അൻവർ എന്ന ഒറ്റയാനെ അല്ലെങ്കിൽ കാളക്കൂറ്റിനെ കൃത്യമായ രീതിയിൽ തന്നെ തൻ്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു വി ഡി സതീശൻ UDF-നെ നയിച്ചത്. അതായത് PV അൻവറിനെ പടിയടച്ച് പുറത്തു നിർത്തിക്കൊണ്ട് തന്നെയാണ് UDF-ൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അൻവറിൻ്റെ UDF പ്രവേശനത്തെക്കുറിച്ച് അന്ന് വി ഡി സതീശൻ നഖശിഖാന്തം എതിർത്ത് നിൽക്കുകയായിരുന്നു. ഇത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം UDF-ലെ മുതിർന്ന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ അടക്കം പ്രകോപിപ്പിക്കുന്നത് തന്നെയായിരുന്നു. മുസ്ലിം ലീഗിലെ പല നേതാക്കളും PV അൻവറിന് വേണ്ടി അന്ന് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തോൽക്കുകയാണെങ്കിൽ അതെൻ്റെ പരിപൂർണ ഉത്തരവാദിത്വത്തിലായിരിക്കും എന്നാണ് അന്ന് വി ഡി സതീശൻ PV അൻവറിനെ പുറത്തു നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞത്. PV അൻവർ വന്നില്ല എന്ന് കരുതിയാലും UDF-ന് യാതൊരു തരത്തിലുള്ള കോട്ടങ്ങളും ഉണ്ടാകാൻ പോകില്ല. അഥവാ ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ്, അതായത് നിലമ്പൂരിലെ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് തന്നെയാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും PV അൻവറിന് UDF-ലേക്ക് പ്രവേശനമില്ലാതെ നിൽക്കുന്ന സമയം തന്നെയാണ് ഇപ്പോഴും. എന്നാൽ ഇതിനിടയിൽ ചില ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു. വി ഡി സതീശനുമായി ഒരു തരത്തിലും ധാരണയിൽ എത്താൻ സാധിക്കില്ല എന്ന് പറയുന്ന PV അൻവർ കൃത്യമായി നിലമ്പൂരിലെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു രാത്രിയിൽ വി ഡി സതീശൻ്റെ ഏറ്റവും വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിലിൻ്റെ വത്സല ശിഷ്യൻ എന്നറിയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കാണുവാൻ വേണ്ടി എത്തുന്നു. PV അൻവറിൻ്റെ രാഷ്ട്രീയ സ്വഭാവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും രാഷ്ട്രീയ ദൗത്യവുമായി എതിർചേരിയിലുള്ള ആളുകൾ PV അൻവറിൻ്റെ സമീപത്തെത്തിയാൽ അത് വാർത്തയാകും അല്ലെങ്കിൽ വാർത്തയാക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്.
അപ്പോഴും വി ഡി സതീശനും പി വി അൻവറിനും ഇടയിൽ തമ്മിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പി വി അൻവറിൻ്റെ അടുത്തേക്ക് ഷാഫി പറമ്പിൽ പറഞ്ഞയച്ചത് എന്നുള്ള ചിന്ത തന്നെയായിരുന്നു കോൺഗ്രസ്സിന്. എന്നാൽ അതായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രം. അന്ന് പി വി അൻവറിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കണ്ടതിൻ്റെ പുറകിലുള്ള ദൗത്യം പി വി അൻവറിൻ്റെ കാല് പിടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതാണ് ഇപ്പോൾ വെളിവാകുന്നത്. കാരണം ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയുമായി സംസാരിക്കുന്ന ശബ്ദരേഖ അതിനെത്രയോ നാൾ മുൻപ് തന്നെ പി വി അൻവറിൻ്റെ കൈവശം എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ശബ്ദരേഖ പി വി അൻവറിൻ്റെ കൈവശമുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും കോൺഗ്രസിന് ഒരു ഡാമേജ് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് പറഞ്ഞയക്കുകയായിരുന്നു. മാത്രമല്ല, ആ ശബ്ദരേഖ പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്നുള്ളത് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കത്തി നിൽക്കുന്ന സമയത്തിൽ തന്നെയാണ് പി വി അൻവറിൻ്റെ അടുത്തേക്ക് രാത്രിയിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ മര്യാദ കൊണ്ട് അന്ന് അക്കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞില്ല. പി വി അൻവർ അതേക്കുറിച്ച് ഈ നിമിഷം വരെ ഒന്നും പുറം ലോകത്തോട് പ്രതികരിച്ചിട്ടുമില്ല. ഈ വിഷയത്തിലും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പി വി അൻവറിനെ കാണാൻ പോയതും യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും ചർച്ചയായിരുന്നെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും ചർച്ചയായില്ല എന്ന് മാത്രം. എന്നാൽ എന്തായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൃത്യമായ നടപടി ഉണ്ടായിരിക്കുന്നു. AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നടപടി വേണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു ആരോപണമുണ്ടായ സന്ദർഭത്തിൽ തന്നെ വി ഡി സതീശൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇത്തരം തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സംരക്ഷണം ഉണ്ടാകില്ല. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഷാഫി പറമ്പിലിനെ സതീശൻ വിളിക്കുന്നു. ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ സപ്പോർട്ടും ഉണ്ടാകില്ല. കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകും. AICCയുമായി ബന്ധപ്പെടുന്നു, KPCCയുമായി ബന്ധപ്പെടുന്നു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിനെ അറിയിച്ചത്. ഷാഫി പറമ്പിലിനും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി, മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു. പിന്നീട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായി വി ഡി സതീശൻ ചർച്ച നടത്തുന്നു. വിഷയം AICC മുൻപാകെ എത്തുന്നു. ദീപാദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ വക്താവ് ദീപാദാസ് മുൻഷി ഇടഞ്ഞു നിൽക്കുന്നു. രാഹുലിനെതിരെ നടപടി വേണം എന്ന വ്യക്തമായ ധാരണയോടുകൂടി അവർ നിൽക്കുന്നു. AICCയുടെ വക്താവായ കേരളത്തിലെ തലമുതിർന്ന നേതാവായ KC വേണുഗോപാലിനോട് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. KC വേണുഗോപാൽ ഈ വിഷയം കേരളത്തിൻ്റെ നേതൃത്വം തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പന്ത് കേരളത്തിൻ്റെ കോർട്ടിലേക്ക് ഇടുന്നു. ഉച്ചയാകുമ്പോഴേക്കും കൃത്യമായി തന്നെ കേരളത്തിൽ തീരുമാനമെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ. രാജിവെക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം മാത്രം രാഹുൽ മാങ്കൂട്ടത്തിന് അവർ കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചതാണ് എന്ന് പറഞ്ഞ് മാനം രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നു. രാഹുൽ അക്കൂട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടുന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിൽ നിന്നും സംഘടനയ്ക്കകത്തു നിന്നും നിരവധി ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കുതിച്ചുയർന്ന ഒരു താരം എന്ന രീതിയിൽ രാഷ്ട്രീയത്തിൽ ഒരു വെള്ളി നക്ഷത്രമായി കുതിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അതുപോലെ തന്നെ ഉൽക്ക പതിക്കുന്നത് പോലെ നിലം പതിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പാലക്കാട് MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്നുള്ള മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുന്നു. CPMൽ നിന്നാണ് ഇത് കൂടുതൽ ഉയരുന്നതെങ്കിലും CPMലും സമാനമായ പ്രവൃത്തികളിൽപ്പെട്ട് ഉഴലുന്ന ധാരാളം ആളുകളുണ്ട്, കോൺഗ്രസിനകത്തുമുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയും വിൻസെൻറ്റുമെല്ലാം, അതായത് വിൻസെൻറ്റുമെല്ലാം ഇത്തരം സമാനമായ കാര്യങ്ങളിൽ ജയിലിൽ കിടന്ന ആളുകൾ പോലുമാണ്. MLA മുകേഷിനെതിരെ ബലാത്സംഗത്തിന് കേസ് പോലുമുണ്ട്. ഇപ്പോഴും അദ്ദേഹം MLA ആയി തന്നെ തുടരുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ FIR പോലും ഇട്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പെൺകുട്ടിയും പരാതി നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കേണ്ടതായി വരില്ല. എന്നാൽ വരുന്ന ആളുകളിൽ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ രാഹുലിന് കൃത്യമായി തന്നെ വിലക്കുകൾ ഉണ്ടാവും. കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ ഒരു തിരിച്ചടിയാണ് രാഹുലിലൂടെ നേരിട്ടത്. 3.0 ആവർത്തിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പിണറായി വിജയന് 2026 ജയിച്ചു കയറുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കരുവായി എന്ന് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും തിരിച്ചടിക്കുന്നത്. ഒരുപക്ഷെ
പിണറായി വിജയന് നേരെ നിന്ന് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് നിയമസഭയിൽ സംസാരിക്കുവാൻ പോലും കരുത്ത് കാട്ടിയിരുന്ന തൻ്റെ ഇടം കാണിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൽ വളർന്നു വന്ന അതികായനായ ഒരു നേതാവാണ് ഇപ്പോൾ നിലം പതിച്ചിരിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കിടന്ന ഇടത്ത് നിന്ന് എഴുന്നേക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത്തരം പ്രവണതകളെ വച്ചുപൊറിപ്പിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിനകത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസിനകത്ത് നിന്നുള്ള ആളുകളും പറയുന്നു. ജിൻഡോ ജോൺ അടക്കമുള്ള ആളുകൾ രാഹുലിനെ എതിർത്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. പേരിന് രാഹുലിനെ അനുകൂലിക്കുന്നത് പാലക്കാട് നിന്നുള്ള കോൺഗ്രസിൻ്റെ വക്താവായി BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ മാത്രമാണ്. എന്തായാലും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിനകത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല എന്നറിയാൻ കഴിയുന്നു. ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.